ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കുറേ ദിവസത്തിന് ശേഷം കേട്ടോ, കുറച്ച് ദിവസമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ദിവസമായി കേട്ടോ നമ്മൾ അപ്പോൾ സ്പെഷ്യലൊക്കെ മേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞു. രാവിലെ മേടിക്കാൻ പറ്റിയില്ല കേട്ടോ, അപ്പോൾ രാവിലെ മേടിച്ചില്ല, വൈകിട്ട് മേടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം മേടിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ സവോളയും എല്ലാം റെഡിയാക്കുക, ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വരണം ഇനി കേട്ടോ. അപ്പോൾ ധോനി ബേബി ഇവിടെ ഇല്ല, ധോനി ബേബിനെയും കൊണ്ട് രാജേട്ടൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി എന്തായാലും അവൾ വരുമ്പോഴത്തേനും എന്തായാലും ഇതെല്ലാം റെഡിയാക്കണം, അല്ലെങ്കിൽ അവൾ ഇതിനൊന്നും സമ്മതിക്കില്ല കേട്ടോ. അമ്മയുണ്ട്, അമ്മ അലക്കാനും കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, അപ്പുറത്ത് തന്നെ ഇട്ടോ, അപ്പോൾ വീടിൻ്റെ പുറകിൽ തന്നെയാണ്. അപ്പോൾ അമ്മ അങ്ങോട്ട് പോയിരിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. ചിക്കനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാ മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതെല്ലാം നന്നാക്കാൻ വേണ്ടി ഇരുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും അസുഖമൊക്കെ മാറിയെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അസുഖം കുറവുണ്ടോ, മോളുടെ അസുഖം കുറവുണ്ടോ, ചേച്ചിയുടെ മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സുഖമായി ഇരിക്കണം കേട്ടോ. അസുഖമൊക്കെ മാറി, ജലദോഷവും പനി എല്ലാവരുടെയും നന്നായിട്ട് വിട്ടുമാറി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സമയമാണ്. 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ, മഴ കമ്മിയുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അലക്കിയിടാനൊക്കെ ഉണ്ടായിരുന്നു രാവിലെ, അതെല്ലാം അലക്കിയിടലെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമല്ലേ. അപ്പം ഇന്ന് പിന്നെ അങ്ങനെ തന്നെ എന്തായാലും അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി രാജേട്ടൻ. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയം കൊണ്ട് ചിക്കൻ മേടിച്ചപ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് തന്നെ ഉള്ളിച്ചാൽ നമുക്ക് വേഗം റെഡിയാക്കി വെക്കാൻ, അല്ലെങ്കിൽ അവളാകുമ്പോൾ ഇടയ്ക്ക് ഫീഡ് ചെയ്യാനും ഇതിന് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ വന്ന് വാശി പിടിക്കും. ഇപ്പം നമ്മളെന്തെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും ശരി, നമ്മളെന്തെങ്കിലും കഴിക്കാനുണ്ടാക്കുകയാണെങ്കിലും ശരി കേട്ടോ, അവൾ കൂടെ വന്ന് ബഹളം വെച്ച് ഡ്രസ്സിൽ ഇങ്ങനെ പിടിച്ച് വലിക്കും. അപ്പോൾ നമ്മൾ ആ ജോലി അവിടെ ഇട്ട് അവളുടെ പുറകെ പോകണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ ഒന്നും ആയി കിട്ടൂല, അങ്ങനെയൊക്കെ വരും. പിന്നെ ഇവളെ ഫീഡ് ചെയ്യാൻ വേണ്ടി കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാ പിന്നെ അവൾ എണീക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വാശി പിടിച്ച് ബഹളം വെച്ച് കരഞ്ഞ് പിന്നെ എന്താ കൈ കിട്ടിയത് വെച്ചെങ്കിൽ അതെല്ലാം എടുത്തെറിയും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ ഇതാ ഞാൻ എന്തായാലും തക്കാളിയും സവോളയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തു കേട്ടോ. വീട്ടിലെ മിക്സി കേട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ തേങ്ങ അരച്ചത് കേട്ടോ, വീട്ടിൽ മിക്സി കേടായതുകൊണ്ട് മേമയുടെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ. ജാറിൻ്റെ ബ്ലേഡും പൊട്ടിപ്പോയി, അതുകൊണ്ട് അത് തേങ്ങ അരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. മിക്സിക്കല്ല കേട്, ജാറിൻ്റെ ബ്ലേഡ് പൊട്ടിയിരിക്കുക കേട്ടോ. അത് മാറ്റിയാൽ പറ്റും, പക്ഷെ മോട്ടർ അധികം സ്പീഡില്ലാത്തതുകൊണ്ടൊക്കെ. അപ്പോൾ എന്തായാലും ഇനി അതെന്തായാലും ഒന്ന് മാറ്റണം വിചാരിച്ചിരിക്കുകയാണ്. മിക്സി ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഓണാവുമ്പോഴത്തേനും നടക്കുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാനെന്താ സവോളയൊക്കെ നുറുക്കിയെല്ലാം റെഡിയാക്കി വെക്കട്ടെ. എന്നിട്ട് ഇതെന്തായാലും അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ്. മസാലകളൊക്കെ റെഡിയായി ചിക്കനെ ഇട്ടിട്ടുണ്ടെങ്കിലേ പിന്നെ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ, എന്നാൽ പിന്നെ സമാധാനമാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതരിയണം അതൊക്കെ ഓരോന്ന് വാട്ടിയെടുത്ത് വരുമ്പോഴത്തേനും കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ചിലപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുമ്പോഴൊക്കെ സമയം പോവുന്നല്ലേ. തിരിയല്ല, ഓരോന്നും സമയത്തിന് നമ്മൾ വാടി കിട്ടുമ്പോഴത്തേനും കുറച്ച് സമയമാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയം വഴുകി പോവും. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി ഇപ്പം ഞാൻ അങ്ങനെയായിട്ട് എന്ത് ചെയ്യുമ്പോഴും അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം എല്ലാം റെഡിയാക്കി വെക്കും, എന്നിട്ടപ്പോൾ അടുപ്പ് കത്തിക്കുള്ളൂ. തക്കാളി പിന്നെ ഞാൻ എന്തായാലും ലാസ്റ്റ് ഉള്ളി വാടി വരുമ്പോഴത്തേന് തക്കാളി നുറുക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ തക്കാളി നുറുക്കി വെക്കണം വിചാരിച്ച് അങ്ങനെ ഉള്ളിയൊക്കെ സവോളയൊക്കെ അരിയൽ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് സവോള വാട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സവോള വാട്ടി എടുക്കുകയാണ്. പിന്നെ ഗ്യാസിലാട്ടോ ഞാൻ കത്തിച്ചത്, വിറകടുപ്പിൽ ഇന്ന് വിറകൊന്നും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വിറകടുപ്പ് കത്തിക്കാൻ നിന്നില്ല. പിന്നെ ഇപ്പോൾ സന്ധ്യയായി, അമ്മ കുളിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ വരും. വന്നിട്ട് ഇനിയിപ്പോൾ അമ്മ എന്തായാലും ഇനി വിളക്ക് കത്തിക്കാനൊക്കെ നിൽക്കും. അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് വിറകെടുക്കൽ നടക്കില്ല, ഇനിയിപ്പോൾ രാവിലെ എടുത്താലും മതി. നമുക്ക് അർജൻറ്റൊന്നുമില്ലല്ലോ, പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും വെക്കണമെങ്കിലും ഗ്യാസ് ഉണ്ട്, പിന്നെ കറണ്ട് അടുപ്പൊക്കെ ഉണ്ടല്ലോ.
അപ്പം അങ്ങനെ അത് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഇപ്പോൾ രാവിലെ ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വിറകെടുക്കാനും പോകാനൊന്നും. അപ്പോൾ എന്തായാലും ഗ്യാസിൽ തന്നെ വെക്കുന്നത് കേട്ടോ. എന്തായാലും ഗ്യാസിൽ തന്നെ വെക്കുന്നതുകൊണ്ടേ കൂടെ നിൽക്കും വേണം ആള്. അല്ലെങ്കിൽ നമ്മുടെ വിറകടുപ്പിലാണെങ്കിൽ കുറച്ച് വിറക് താറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഗ്യാസിലാകുമ്പോൾ അങ്ങനെ ഇല്ലല്ലോ. ഗ്യാസിലാകുമ്പോഴും തീ കമ്മിയാക്കി വെച്ചാൽ മതി, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ മസാലകളൊക്കെ വാടി കിട്ടി. അപ്പോഴത്തേനും അമ്മ വന്ന് വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞ് വന്നു. ധോനി ബേബിയും വന്നു. അവൾ നല്ല വാശി പിടിക്കലും കാര്യങ്ങളും കേട്ടോ. അങ്ങനെ അവൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അമ്മ നോക്കാൻ പറഞ്ഞ അമ്മേനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 5-6 കഷ്ണം ചിക്കന് കുട്ടിക്ക് അധികം എരിവില്ലാണ്ട് വറുത്തെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾക്ക് വറുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, കൂടെ ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങളിതെല്ലാം ആയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ധോനി ബേബി ഇതവിടെ കസാരയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ സീരിയലൊക്കെ കണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ ഇവളെ കിടത്തി ഉറക്കണം. ഇപ്പോൾ തന്നെ ഉറങ്ങുമൊന്നുമില്ല കേട്ടോ, വൈകുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും നേരത്തെ കഴിക്കുകയാണ് ഞങ്ങൾ. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വാശി പിടിച്ചാൽ പിന്നെ നമ്മൾ കഴിക്കണം. വിശപ്പ് സമയമാകുമ്പോഴത്തേനും ഇവള് ഉറക്കത്തിന് വാശി പിടിക്കലൊക്കെ തുടങ്ങും. അപ്പോൾ എന്താണെന്നറിയോ, അപ്പോൾ നമുക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് നേരത്തെ കഴിക്കുകയാണ് ഞങ്ങൾ. എന്തായാലും നേരത്തെ കറിയായാലും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും